313ാമത്തെ മജ്‌ലിസിന്റെ പ്രചാരകരാകണം. പരമാവധി ആളുകൾ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. വ്യാഴാഴ്ച രാത്രി ഇവിടെ വിശാലമായ മദ്ഹ് ഗാനമുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മഗ്‌രിബിന് ശേഷം അല്ലാഹുവിന്റെയും റസൂലിന്റെയും മദ്ഹ് പാടിക്കൽ ഞാൻ നടത്തും ഇവിടെ ഇൻഷാ അല്ലാഹ്. നല്ല മദ്ഹ് ഗാനം അല്ലാഹുവിന്റെയും റസൂലിന്റെയും. പിറ്റേന്ന് സുബ്ഹ് കഴിഞ്ഞാൽ അല്ലാഹു അസ്മാഉൽ ഹുസ്ന കൊണ്ടും മൗലൂദുകൾ കൊണ്ടും ഈ മജ്‌ലിസിനെ മനോഹരമാക്കും. 7 മണിക്ക് ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ പരിപാടി പങ്കെടുക്കും. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരും അല്ലാഹു ഇഷ്ടപ്പെടുന്നവരും വരാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. മരിച്ചുപോയവരെ ഞാൻ ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരൊക്കെ അല്ലാഹു തരാം. അവർക്കൊക്കെ ഹുറാണ്. അവർക്ക് എവിടെയും പോകാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഈ പരിപാടിയുടെ പ്രചാരകരായി മാറണം. അല്ലാഹുവിന്റെ കൂടെ നിൽക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ നൂറിന്റെ കൂടെ നിൽക്കണം. അല്ലാഹുവിന്റെ ഹബീബ് വഴിയല്ലാതെ അല്ലാഹുവിലേക്ക് വാതിൽ തുറക്കുകയില്ല. അല്ലാഹുവിന്റെ ഹബീബിലേക്ക് വാതിൽ തുറക്കണമെങ്കിലോ തൗഫീഖ് വേണം. തൗഫീഖിനോട് ഡെഫിനിഷൻ ഇല്ല. എന്താ തൗഫീഖിന്റെ ഡെഫിനിഷൻ? തൗജീഹുൽ അസ്ബാബി നഹ്വൽ മത്ലൂബിൽ ഖൈർ. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മോളെ വീട്ടിൽ പോയി. ഫാത്തിഹ ദുആ ചെയ്യാൻ വേണ്ടി പോയതാണ്. വെള്ളിയാഴ്ച രാവിലെയാണ്. പിന്നെ അവിടെ ഒരു കാര്യമുണ്ട്. പോയി അപ്പോൾ ഇതായിരുന്നു. അപ്പോൾ അവർ ചായ പിടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ചായയും ഒരു പാത്രം കോഴിയുടെ കറിയും എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. ഒരു ചായ, ഒരു പുട്ട്, കുറച്ച് പുട്ടും കുറച്ച് പാത്രം കോഴിക്കറിയും കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഞാൻ പുട്ട് എടുത്തില്ലെങ്കിൽ അത് മോശമാണ്. അപ്പം തിന്നണ നേരമൊന്നും അല്ല. പിന്നെ അപ്പോൾ ആ കുട്ടിയെ നേരം ബുദ്ധിമുട്ടുണ്ടാക്കിയതല്ലേ എന്ന് തോന്നി ഞാൻ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ഇട്ടു. അതിങ്ങനെ പൊടിച്ചു. അപ്പോൾ ഒരു കറി പാറാൻ വേണ്ടി നിർബന്ധിച്ചു. ഞാൻ കറി പാറുന്നില്ല. എന്തുകൊണ്ട്? ഒരു തിരിച്ചറിവില്ലായ്മ. ഇത് കോഴിയാണോ? ഇത് കോഴിയല്ലേ? പിടിന്ന് വാങ്ങുന്ന കോഴിയാണ്. ഇത് കോഴിയാണോ എന്നറിയില്ല. കോഴിയല്ലാന്നും അറിയില്ല. തിന്നണമെന്നറിയില്ല. എന്നാൽ തിന്നണ്ടെന്നും അറിയില്ല. ഒരു കാര്യം ഉറപ്പിച്ചു. അതിരാവിലെ തന്നെ ഇപ്പോൾ ഈ കോഴിയല്ലാത്ത കോഴിനെ തിന്നണ്ട. ഇനി 10 മണിക്ക് ഇവിടെ നിങ്ങൾ ചായയും ചിലപ്പം അതന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പം നമ്മൾ സാധാരണയാണ് ചിലപ്പോൾ ഒരു കഷ്ണം ഉണ്ടാകുന്ന ചിലപ്പോൾ തിന്നൂടായില്ല. പക്ഷെ അത് രാവിലെ തന്നെയാണ് വേണ്ട. ഇതിപ്പോൾ കോഴിയാണോ? ഏതായാലും അല്ല. എന്നാ കോഴിയാണോ? ആണ്. എന്നാ കോഴിയാണോ? അല്ല. എന്നാ കോഴിയാണോ? ആണ്. എന്നാ കോഴിയാണോ? അല്ല. ഇതെന്താ? ദുഹാൻ. കോഴിനെ ദുഹാൻ മൂടി. ദുഹാൻ ഞമ്മളി മൂടി. ഇതെന്താണ്? അറിയില്ല. എന്തല്ല? അറിയില്ല. ഇതെന്താ സാധനം? അറിയില്ല. ഒരു 150 കൊല്ലം മുമ്പ് ഒരാൾക്കൊരു വൈദ്യനൊരു മരുന്ന് കൊടുത്താൽ അത് ഗുണം ഉണ്ടാവുള്ളൂ എന്ന് അയാൾക്കറിയാം. ഇന്ന് നമ്മൾ പനി അടങ്ങാൻ വേണ്ടിയിട്ട് അത് ദോഷമാണോ വേണ്ടി പിന്നെ അറിയാം. അത് കഴിഞ്ഞ് ആ ഒറ്റ കുത്തലുകൊണ്ട് ക്യാൻസർ ഉണ്ടാവും. ഒറ്റ കുത്തലുകൊണ്ട് ക്യാൻസർ ഉണ്ടാവും. ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് ക്യാൻസർ ഉണ്ടാവും. എന്ത്? ആ ഇഞ്ചക്ഷന്റെ കണ്ടന്റിനെ കുറിച്ച് ഡോക്ടർ ഉറപ്പുണ്ടാവില്ല. ഇപ്പോ മറ്റേ ഇത് കുത്തിയാലോ, എന്താ പറയാ, കൊറോണ കാലത്ത് കുത്തിയതിന് പറയാ വാക്സിൻ കുത്തിയാലോ എല്ലാവരും ബേജാറില്ല. സർക്കാർ എന്ത് പറഞ്ഞു? നിർബന്ധിച്ചിട്ടില്ല. ഗുണമാണോ? അറിയില്ല. ദോഷമാണോ എന്ന് എനിക്കറിയാം. ദോഷമാണ്. ഗുണമല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ചിലപ്പോൾ അത് പോകേണ്ടി വരും. പെട്ടെന്ന് നമുക്ക് ദുബായി പോകേണ്ടി വന്നു. വാക്സിൻ കുത്തേണ്ടി വന്നു. കുത്തി. എനക്കത്രേ ആയുസുള്ളൂ. കണക്കാക്കിയാൽ മതി. 2 മാസം 4 മാസം 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ കൂട്ടി പറഞ്ഞ് മരിച്ചു. വാക്സിൻ കുത്തിയതുകൊണ്ടാണ്. അത് കുത്തല്ല എന്ന് രൂപയില്ല. എനിക്കത്രേ കണക്കാക്കിയിട്ടുള്ളൂ. എന്തിനും സബബാണല്ലോ. അവസാന കാലത്താണ് ഒരു തെങ്ങുമ്മ കയറിയത്. തെങ്ങുമ്മൽ തേങ്ങ പറിക്കാൻ ഒരുങ്ങണ സമയത്ത് തെങ്ങുമെന്ന് മരിച്ചു. ഞാനറിയുന്ന ഒരാൾ കഴിഞ്ഞ 2023 തെങ്ങുമ്മ തേങ്ങ പറിക്കാൻ മൂപ്പര് കയറില്ല. അങ്ങനെയാണ് കയറിയതാണ്. ചെറിയ തെങ്ങാണ്. കൊരലെത്തിയപ്പോൾ മൂപ്പര് മരിച്ചു. അങ്ങനെ പിടിച്ച് മരിച്ചും കൊണ്ട് പിടിച്ചു. പിന്നെ ഫയർഫോഴ്സ് വന്നിട്ടാണ് ഇറക്കിയത്. ഞാനറിയുന്ന ഒരാൾ പാലക്കാട് ജില്ല. എൻ്റെ മൂപ്പര് മരണസ്ഥലം തെങ്ങാണ്. തെങ്ങിന്റെ കൊരലെത്താതെ മൂപ്പർക്ക് മരിക്കാൻ കഴിയൂല. മനസ്സിലായില്ല? അങ്ങനെയാണ് കണക്ക്. പിന്നെ എന്നറിയാം ദുഹാന്. ഇതൊരു ദുഹാനാണ്. പറയുന്ന വാള് ശരിയാണോ? അറിയില്ല. ശരിയല്ലേ? അറിയില്ല. അല്ലാഹു പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തിയ ആൾക്കല്ലാതെ ബാത്തിലിനെയും ഹക്കിനെയും നിന്ന് വേറിട്ട് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അല്ലാഹുൽ അലീമിൽ ഞാൻ തമാശ പറയുകയല്ല. ഇന്ന് ഹക്കിൽ നിന്ന് ബാത്തിലിനെയും ബാത്തിലിൽ നിന്ന് ഹക്കിനെ വേറിട്ട് മനസ്സിലാക്കാൻ ഇല്ലാ മൻ അസമഹുല്ലാഹ്. അല്ലാഹു പ്രത്യേക
സംരക്ഷണം കൊടുത്തവർക്കല്ലാതെ ഇന്ന് ബാത്തിൽ നിന്ന് ഹക്കിനെ മനസ്സിലാക്കാൻ കഴിയില്ല. എന്താ അറിയില്ല, അവൻ പൗളി ദിക്റല്ലോ, പക്ഷെ ഇസ്മത്ത് ഉണ്ടാവില്ല. ദിക്റേ ചെല്ലൂല, ചിലപ്പോൾ ഇസ്മത്ത് ഉണ്ടാവും ചെയ്യും. അവൻ ഫുൾ ടൈം ദിക്റായിരിക്കും, ഇസ്മത്ത് ഉണ്ടാവില്ല. എന്തെയോ അതിനൊരു രഹസ്യം ഉണ്ടാവും, ഇതും കൂടി പറയാൻ പറ്റൂല. ഇന്നൊരു തൗഫീഖ, നല്ല തൗഫീഖ. ഏറ്റവും വലിയ പണി എന്താ? നെറ്റിക്കല്ല, നെറ്റിക്കാണെന്നാണ് 99.25 മനുഷ്യർ മനസ്സിലാക്കി, മുസ്ലിങ്ങൾ മനസ്സിലാക്കി. ഓനാണ് പമ്പര വിട്ട് എന്താ പറഞ്ഞ് ഏറ്റവും വലിയ പണി നെറ്റിക്കാണെന്നാണ് 99.25% പമ്പര വിട്ടികളായ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നെറ്റിക്കല്ല വലിയ പണി, ഇബാദത്ത് നെറ്റിക്കല്ല. നെറ്റിക്കൊണ്ടുള്ള ഇബാദത്ത് എന്താ ചങ്ങായി? നെറ്റിക്കൊണ്ടുള്ള ഇബാദത്ത് ഒരു ചുക്കുമല്ല എന്ന് പഠിക്കണമെങ്കിൽ അന്തം വേണം. അന്തം പടച്ചോൻ കൊടുക്കണം. ഇബാദത്ത് കിടക്കണ നെറ്റിയിലല്ല, ഇബാദത്ത് കിടക്കണത് തലച്ചോറിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ആബിദീങ്ങൾ ആരാണെന്ന് പുണ്യ റസൂലിനോട് ചോദിക്കപ്പെട്ടു. എന്താ ചോദ്യം? അല്ലാഹുവിന്റെ മുത്ത് റസൂലിനോട് ചോദിക്കപ്പെട്ടു, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഇബാദത്ത് ചെയ്യുന്നവൻ ആരാണ്? അബൂദാവൂദ് അല്ലെങ്കിൽ ഇബ്നു മാജ സിഹായിലെ ഹദീസിന്റെ സിയാഉസിത്തയിലുണ്ട് ഹദീസ്. ആരെയും ഹദീസ് കണ്ടിട്ടില്ലെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചാൽ മതി, എടുത്തുതരാം. ഖീല സിയാഉസിത്തയിലെ ഹദീസുണ്ട്. വെറുതെ രാവിലെ വന്ന് ഇവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുണ്യ റസൂലിനോട് ചോദിക്കപ്പെട്ടു, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവൻ ആരാണ്? അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആഖിൽ, ഏറ്റവും വലിയ ഇബാദത്തുകാരൻ ആഖിലാണ്. ആഖിൽ അല്ലാഹുവിൽ ചെലവാക്കണം. നെറ്റി വേണമെങ്കിൽ ഫർദ് മാത്രമേ ചെലവാക്കണ്ടാവൂ. ആഖിൽ ഫുൾ ടൈം അല്ലാഹുവിലായിരിക്കും, മറ്റോൻ ഫുൾ ടൈം നിസ്കാരത്തിലായിരിക്കും. ആഖിൽ മിൻ ഇൻദി നഫ്സി, ഓന്റെ കച്ചവടം എങ്ങനെ ലയിപ്പിക്കണം എന്ന കാര്യത്തിലായിരിക്കും. ഓന്റെ പേര് ഹമുക്ക്. ഇബാദത്തിന് ഊരിട്ടൂടെ? ഊരിട്ടേക്കാം. ആഖിൽ പഠിച്ചു കൊടുത്തില്ല. ആഖിൽ സെൽഫിഷാ, ഓന്റെ കാര്യം. ഓന്റെ കച്ചവടം ജയിക്കാൻ വേണ്ടി അവൻ താജുസ്കരിക്കണത്, ഓന്റെ കടം വിടാൻ വേണ്ടിയാണ് സ്വലാത്തിരുന്നത്. അവന്റെ ഇബാദത്ത് മുഴുവനും ആർക്കാണ്? മറ്റൊരുത്തൻ വെറുതെ ഉത്തരിക്കണം. പക്ഷെ ഒരു സെക്കൻഡും ആനെപ്പറ്റി ആലോചിക്കണില്ല. ആരെപ്പറ്റി ആലോചിക്കണം? ഇതൊക്കെ എഴുതി വെക്ക്. പിന്നെ ഇതൊക്കെ തലയെ കെട്ടി കൊണ്ടുപോയിട്ട് വിൽക്കരുത്. അതിനാണിത് പറയുന്നത്. നാട്ടുകാരെ മുന്നിൽ നിസ്കരിച്ച് കാണിച്ചിട്ടല്ല കാര്യം. അതൊക്കെ നല്ലതാണ്, നല്ലതാണ്. ഇന്നെൻ്റെ ആക്കിൽ ആർക്ക് കൊടുത്താൽ അല്ലോ, അതായിരിക്കുന്നത് ഒരു ഡോക്ടറാണ്. ഈ ഇരിക്കുന്ന സദസ്സിലെ ഡോക്ടറുണ്ട്, ഒരു ആശുപത്രിയിലെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ. ഈ ഇവിടക്കടുത്ത പ്രഗത്ഭമായ ഒരു ആശുപത്രിയിലെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ ഈ സദസ്സിലുണ്ട്. ഈ ഡോക്ടർ ഒരു പക്ഷേ നിങ്ങളെക്കാളും എന്നെക്കാളും വലിയ അബിതായിരിക്കും. അയാൾക്ക് ഫറന്നല്ലാതെ ഒന്നിനും നേരോട്ടുണ്ടാവില്ല. അയാൾ നാട്ടുകാരൊക്കെ ചികിത്സിക്കുകയാണ്. ആർക്ക് വേണ്ടി? ഇല്ല. അയാൾ പുതിയ മരുന്ന് കണ്ടെത്താൻ അധ്വാനിക്കുക. എനിക്കറിയാം, ക്യാൻസറിന് മരുന്ന് കണ്ടെത്താതെ ഞാൻ വിശ്രമിക്കൂല എന്ന് പറഞ്ഞ് പണിയെടുക്കണ ആളുകൾ അദ്ദേഹം വേറെ ആളും എനിക്കറിയാം. എന്തിന്? സാധുക്കളായ മനുഷ്യന്മാർ ക്യാൻസർ ബാധിച്ച് മരിച്ചുകയാണ്. അതിന് പരിഹാരം ഉണ്ടാക്കണം. അവർ രാവും പകലും അധ്വാനിക്കാണ്. എന്തിന്? ക്യാൻസറിന് മരുന്ന് കൊണ്ടിരിക്കണം. അമേരിക്കയിലെ വലിയ ലക്ഷങ്ങൾ കൊടുത്തൊന്നും ചികിത്സിക്കാൻ സാധുക്കൾക്ക് കഴിയില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ എനിക്കറിയില്ല, അത് അള്ളാഹ്ക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല. ഈ തലയെ കെട്ടി വെള്ളറിന് എന്നെക്കാൾ എത്ര മേലായിരിക്കും അയാൾ. പണി ആർക്കാണെങ്കിൽ അയാൾ ആലോചിച്ചും പണിയെടുത്തും ലാബിൽ പരീക്ഷണം നടത്തിയും വീണും ഉറങ്ങിയിരിക്കും. രാവിലെ സുബഹിസ്കരിച്ച് പിന്നെയും പണിയെ തന്നെ ഇരിക്കും. അപ്പൊ അയാൾ ആക്കിൽ ആർക്കാണ്? അവർക്ക് പറയാ ആർക്കാ? അയാളായിരിക്കും വലിയ ആള്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഇവിടെ അടയാളം ഉണ്ടാവും. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് നടക്കും. നല്ല 2 താമ്പുണ്ടായ കച്ചവടം നടക്കും. മുപ്പരത്തിന് വല്ലതും വാങ്ങുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ സന്തോഷമാണ്. മുപ്പര നെറ്റിമല്ല താമ്പടിലങ്ങൾ അങ്ങനെ പറയാം. അയാളെ റിയൽ എസ്റ്റേറ്റ് നടക്കും. ഈ താമ്പുണ്ട്, മറ്റൊരു താമ്പുണ്ടാവില്ല. അവൻ ഫർലൈസ്കരിക്കണുള്ളൂ.
ടൈമുണ്ടാവില്ല. പക്ഷെ അള്ളാൻ്റെ ആളോനാണ്. കാരണം ഓൻ്റെ പണി ആർക്ക് വേണ്ടിയാണ്? അള്ളാഹ്. ഏറ്റവും വലിയ ഇബാദത്ത് നെറ്റിയിലല്ല, അഖില്ല എന്ന് പറഞ്ഞ ഞാനുങ്ങളും അല്ല, മുത്തനബിയാണ്. ഹബീബിനോട് ചോദിക്കപ്പെട്ടു, ബുദ്ധിമാനാണ്. മനസ്സിലായില്ലേ? ബുദ്ധി ആർക്ക് കൊടുത്തു? ബുദ്ധി ആർക്ക് നൽകിയോ? ബുദ്ധി ആർക്ക് നൽകിയ? ചിന്തിക്കും. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ നീട്ടുന്നില്ല, ചിന്തിക്കണം. സമയം കഴിഞ്ഞു, ഇനി തിരക്കം നടക്കരുത്. അവനെ നിർബന്ധിച്ചൊരു സ്ഥാനത്ത് നിർത്തിയാൽ ഏറ്റെടുക്കാതിരിക്കണ്ട, പക്ഷെ സ്ഥാനത്തിന് വേണ്ടി ഓടണ്ട. ആ സമയം കഴിഞ്ഞു, അടയാളങ്ങൾ കാണിച്ചു തന്നു, എന്നിട്ടും ഓടുകയാണെങ്കിൽ ഒരു സ്ഥാനം ജനം നമ്മളെ നിർബന്ധിച്ചേൽപ്പിച്ചു എങ്കിൽ അതിന്റെ പേരിൽ നിന്നെ സഹായിക്കപ്പെടും, നിനക്ക് സഹായം കിട്ടും. നീയായി ചോദിച്ചല്ല, നീയായി സ്ഥാനത്തിന് ഓടിയതല്ല. റബ്ബൊരു സ്ഥാനം നിനക്ക് വെച്ചു. നിങ്ങൾ തന്നെയാകണം പ്രസിഡന്റ്, നിങ്ങൾ തന്നെയാണ് സെക്രട്ടറി. ഈ കമ്മിറ്റിയിൽ ഇല്ലെങ്കിൽ നടക്കൂല. ജനം വാശി പിടിച്ചു. പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടറി ആക്കണമെന്നപ്പോൾ സെക്രട്ടറി പള്ളി എണീറ്റ് പോയി പുറത്തു പോയി കരിഞ്ഞു. ആ സെക്രട്ടറി ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കാവൂല, എന്നെ നിർത്തല്ലേ. അപ്പം എല്ലാവരും വാശി പിടിച്ചു. ഇജന്നെ അല്ലാതെ പിന്നെ ആരവിടെ സെക്രട്ടറിയാണ്? അപ്പം പുറത്തേക്ക് പാഞ്ഞ് കരിഞ്ഞു. എന്നോട് പറഞ്ഞു, പിന്നെ ചെന്തിനെ എങ്ങനെ കരിഞ്ഞ്? ഒന്നല്ല ഉസ്താദെ, 8-10 കൊല്ലത്തെ കണക്കുണ്ട്. ആ കണക്കുകൾ മുഴുവനും ഞാനങ്ങോട്ട് ലെവലാക്കി. ഞമ്മക്ക് ഇങ്ങോട്ട് കൂടരുത്, നമ്മളതാണ് പോയാലും വേണ്ടില്ല വിചാരിച്ച് കഷ്ടപ്പെട്ട് കണക്ക് ലെവലാക്കി കൊണ്ടുവന്നത്. അതിമ ഞാൻ മാസക്കണക്കിന് പണിയെടുത്തിട്ടാണ് ഇത് ലെവലാക്കി. ഇന്നെങ്കിലും ഇതുപോലെയാണ് ഏൽപ്പിച്ചു കൊടുത്താൽ എൻ്റെ തടികൾ കിട്ടിയാലോ, പിന്നെ പോലും എന്നെ ഏൽപ്പിച്ചാൽ ഞാനിനി ഇത് കണക്ക് ലെവലാകാതെ മരിച്ചു പോയാലോ എന്ന് പഠിച്ചോനെ ആലോചിച്ച് കഴിഞ്ഞാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? 8-10 കൊല്ലം സെക്രട്ടറിയാണ്. അപ്പോൾ ആ കണക്കൊക്കെ എൻ്റെ കയ്യിലാണ്. അത് എന്താണെങ്കിൽ കണക്ക് അങ്ങനെയല്ലേ, കണക്ക് നമ്മൾ വിചാരിക്കാത്തതായിരിക്കുമല്ലോ. അതിങ്ങോട്ട് ലെവലാക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു. എൻ്റെ നാട് പോയാൽ മല്ല, പള്ളിയിൽ നിന്നൊന്നും ഇങ്ങോട്ട് കൂടരുത്. അങ്ങനെ ഞാൻ മാസക്കണക്കിന് കഷ്ടപ്പെട്ടാണ് ഈ കണക്ക് ലെവലാക്കിയത്. ഇപ്പം എൻ്റെ തടിക്കൊന്നും കൂടിയിട്ടില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ആ കണക്കാണ് വെച്ചു കൊടുത്തു. എല്ലാം കണക്കും പറഞ്ഞു, എല്ലാം ആണപ്പം ഇത്ര ട്രഷറുടെ കയ്യിൽ പൈസ ഉണ്ട്, എൻ്റെ കണക്ക് തീർന്നു, ഇനി എന്നെ ഏൽപ്പിക്കരുത്. അപ്പോൾ എല്ലാവരും നിർബന്ധിച്ചു, ഇത് വൃത്തിയാക്കണ ഈശ്വരനെ വേണം. ഓൾക്ക് പറയാൻ എളുപ്പ, എനിക്കത് ലെവലാക്കൽ എളുപ്പമല്ല. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞ് കരഞ്ഞു. ജനം നിർബന്ധിച്ച് ഭരിച്ചു ഉണന്ന് ഇരുത്തി പിന്നെ സെക്രട്ടറി ആക്കി. മനസ്സിലായില്ലേ? നീ അള്ളാഹ് സഹായിച്ചോളൂ. മനസ്സിലായോ? നിനക്കൊരു സ്ഥാനം റബ്ബ് വാശി പിടിച്ച് നൽകിയാൽ നീ അത് സ്വീകരിച്ചോ. എന്റെ പിന്നാലെ ഓടണ്ട. സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഒന്നിന്റെ പിന്നാലെ ഓടണ്ട, സമയമായി. അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കുക. സമയമായി, ഇനി സമയമായി. നീ ഒന്നും നേടൂല. നീ എന്തിനും നോക്കാനും ബാക്കിയൊന്നും എനിക്കറിയില്ല. പക്ഷെ സമയം ആയി, അടയാളങ്ങളൊക്കെ ആയി. ഞാൻ പറഞ്ഞില്ലേ, 125 കൊല്ലമായി ദുഹാനാണ് ലോകത്ത്. എന്താണ് ഹക്ക്, എന്താണ് ബാത്തിൽ എന്ന് മനസ്സിലാവില്ല. പണ്ഡിതന്മാർ പോലും ഹക്കിൻ ബാത്തിനും മനസ്സിലാക്കാൻ കഴിയാതെ വീണ് കിടക്കുന്നത് എനിക്കറിയാം, അറിയൂല. മുസ്ലിം ലോകം കണ്ട ഏറ്റവും വലിയ അപകടം വഹാബിയത്താണ്. അതിനേക്കാളും വലിയൊരു അപകടം മുസ്ലിം ലോകം കണ്ടിട്ടില്ല. ഇനി ലോകാവസാനം വരെ വഹാബിയത്തിനേക്കാൾ ഒരു അപകടം മുസ്ലിം ലോകത്ത് ഉണ്ടാകില്ല. എന്നാൽ ഇന്ന് സുന്നികളാണെന്ന് പറയുന്ന 50% മുസ്ലിയാക്കന്മാർ പോലും ഇത് അംഗീകരിക്കൂല. എന്തുകൊണ്ട്? ദുഹാൻ ബാധിച്ചതാ പ്രശ്നം. ലോകാക്കട്ടെ. എന്നാൽ ഒരു ജനത ഇവിടെ കഴിഞ്ഞുപോയി. അവർ അതിനെതിരെ വയല് പറഞ്ഞ് ചോരത്തൊപ്പി മരിച്ചു. ഈ ക്യാൻസർ മുസ്ലിയാർ അവസാനം വയല് പറയണത് എൻ്റെ വീട്ടുമുറ്റത്താണ്. പിന്നെ പോയി അഡ്മിറ്റായി മരിച്ചു. എൻ്റെ എൻ്റെ വീട്ടുമുറ്റത്താണ്. മുറ്റത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ആ പ്രശ്നം തീർക്കാൻ വേണ്ടി വന്നു. ഒറ്റ ദിവസം കൊണ്ട് പ്രശ്നം തീർന്നു. 2 ദിവസത്തെ വയലായിരുന്നു. ഒരു ദിവസം കൊണ്ട് പ്രശ്നം തീർന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ നീ പോട്ടെ, എനിക്ക് റെസ്റ്റ് എടുക്കാൻ, ഞാൻ പോട്ടെയാണോ? അപ്പം നാട്ടിൽ പിടിച്ചു വെച്ചു. ഇന്നലെ ഞങ്ങൾ പ്രശ്നം തീർത്തു, ഞങ്ങൾക്കൊരു വയൽ പറഞ്ഞു. കുറച്ചേരം പറഞ്ഞാൽ മതി, ഒരു വയൽ ഞങ്ങൾക്കൊക്കെ കരയാനാണ്. അപ്പോൾ വയൽ പറഞ്ഞു, യാ പഠിച്ചവനെ, അങ്ങനത്തെ ഒരു വയൽ ഞാൻ കേട്ടില്ല. ഞാൻ ജീവിതത്തിൽ വളരെ കുറഞ്ഞ വയൽ കേട്ടിട്ടുണ്ട്, നസമൊരു വയല. ആ മനുഷ്യന്മാരിപ്പോൾ നമ്മുടെ വീട്ടിന് മുന്നിൽ ആ തെങ്ങ് നിൽക്കുന്ന സ്ഥലത്താണ് പാട തെങ്ങില്ല. അവിടെ ഇരുന്ന് ഒരു മുഴുവൻ കരഞ്ഞു. 4 മണിക്കൂറാണ് വയൽ. ഒരായത്ത് ഖുർആൻ ഇത്ര ആഴണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് അതാണ് നമ്മളെ ഖുർആൻ ക്ലാസിന്റെ അടിസ്ഥാന കാരണം. ആയിരിക്കും എന്നെടുത്തോക്ക.
قل متاع الدنيا قليل قل متاع الدنيا قليل قل متاع الدنيا قليل والآخرة خير لمن اتقى. അത് പറഞ്ഞ മനുഷ്യൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ നടുപ്പാടത്ത് കൂട്ടിയ 10,000 മനുഷ്യൻ കരഞ്ഞു. നിസാ അല്ലേ മോനെ? എത്രാമത്തെ 1982 അൽഹംദുലില്ലാഹ്. എൻ്റെ കുട്ടിക്ക് അല്ലാഹു തആല വലിയ ബറക്കത്ത് ചെയ്യട്ടെ. എൻ്റെ കുട്ടിക്ക് അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ, വലിയ ബറക്കത്ത് ചെയ്യട്ടെ. ഖുൽ മതാഉദ് ദുനിയ ഖലീൽ വൽ ആഖിറത്ത് 77 നിസാ 77. ഖുൽ മതാഉദ് ദുനിയ ഖലീൽ വൽ ആഖിറത്തു ലിമൻ ഇത്തഖാ വൽ ആഖിറത്തു ഖൈറുൽ ലിമൻ ഇത്തഖാ വലാ തുലമൂന ഫതീലാ. ഖുൽ മതാഉദ് ദുനിയ ഖലീൽ വൽ ആഖിറത്തു ഖൈറുൽ ലിമൻ ഇത്തഖാ. 981 ഡിസംബറിലോ 982 തുടക്കത്തിലോ ആയിരിക്കും ആ വേള. 4 മണിക്കൂർ ആ വയൽ കേട്ടവരൊക്കെ സാലിഹ്യങ്ങളായി. അതിൽ പോക്കായ ഒരാളുണ്ടായില്ല. നിസ്കരിക്കാത്ത മനുഷ്യന്മാരുണ്ടായിരുന്നു ആ മജ്‌ലിസിൽ. അന്നത്തെ കാലല്ലേ, അവരൊക്കെ നിസ്കാരം തുടങ്ങി, നിസ്കരിച്ച് മരിച്ചു. 4 മണിക്കൂർ വയലാണ്, സമൂലിയ വയല. അങ്ങനത്തെ ഒരു വയൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടില്ല. എല്ലാവരും കരഞ്ഞു, ഞാനും കരഞ്ഞു. വാപ്പാക്ക് ഞാനല്ലാത്ത ആൺകുട്ടികളില്ല, മൂത്തപ്പാര മക്കളൊക്കെ നാടന്മാരാണ്. അപ്പം ഞാൻ SSLC കഴിഞ്ഞിരിക്കുന്ന കൊല്ലാണ്. അപ്പോൾ പിന്നെ തുടർന്ന് കോളേജ് എഡ്യൂക്കേഷൻ തുടർന്ന് വീണ്ടും പഠിക്കാം എന്ന് പ്രേരിപ്പിക്കുന്ന ആളുകളുണ്ട്. വേറെ എന്തെങ്കിലും ചെയ്യാം, കച്ചവടം തുടങ്ങാം, അങ്ങനെ ആഗ്രഹിക്കും. അപ്പൊക്ക് വേറെ മക്കളും ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് എനിക്ക്. വേനൽക്കാലമാണ്, SSLC കഴിഞ്ഞ വർഷമുള്ള വേനൽ പൂട്ടിൻ്റെ സമയമാണ്. ഈ വയൽ കേട്ടു, ഈ വയൽ കേട്ടപ്പോൾ ഞാൻ കഴിഞ്ഞു, ഈ പഠിച്ചോനെ ഖുർആൻ ഇത്ര ആഴുണ്ടെങ്കിൽ അത് പഠിക്കണം. അതാണ് ഞാൻ മൂല്യരാങ്കരണം. എൻ്റെ അടിസ്ഥാനം ആ പ്രസംഗം. അത് വയലൊരു വയല. ആ കരഞ്ഞു പോയി, എല്ലാവരും കരഞ്ഞു. കേരളം മുഴുവനും ചെരുപ്പ് തേച്ച് ചോര തൊപ്പി മരിച്ചു. വഹാബിയത്തിന് പടപൊട്ടി. നൈ നമ്മൾ ന്യായീകരിക്കാണ്. എന്താ പോലെ തെറ്റ്, എന്താ പോലെ കൂട്ടിയതുകൊണ്ട് മോശം. എല്ലാ സദസ്സിലും നമ്മൾ കൂട്ടുന്നതിന് ന്യായം ഉണ്ടാക്കുക. എന്താ പോലെ കൂട്ടി ഒരു മുസ്ലിമീങ്ങളല്ലേ കാഫറാന്ന് എൻ്റെ കൈപ്രായം, നബ്ബിൽ കൈപ്രായം ഉണ്ടായിരുന്നു കാഫറാന്ന്. പോയി ദുഹാനാണ് കാരണം. ദുഹാൻ നിങ്ങൾ മനസ്സിലാക്കില്ല. ഇത് എന്താണ് ഇയാൾ ഇവിടെ എത്തിക്കുമെന്ന് വിചാരിക്കണ്ട കേട്ടോ. എനിക്കതിൻ്റെ അപ്പുറമല്ല പറയാനോ ഇല്ല. വഹാബിയത്തിന് ഭയപ്പെട്ടു പോയ ഇസ്ലാമിൻ്റെ കഥ കഴിയും. നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. ലോകാവസാനത്തിന് മുമ്പ് എൻ്റെ ഒരു പഠനമനുസരിച്ച് ഇനി ഒരു നാശം വരാനില്ല. അവസാനത്തെ നാശം വഹാബിയത്താണ്. അതിന് ഇനി ഫുറുകൾ ഉണ്ടായേക്കാം. ഇനി വേറൊരു വിഭാഗം വരൂല. ലോകത്തെ അവസാനത്തെ തിന്മയുടെ വിഭാഗം വഹാബിയത്താണ്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് മുസ്ലിങ്ങളെ മൊത്തം ബാധിച്ചു. ഇപ്പോൾ മൊത്തം 99% മുസ്ലിങ്ങളെയും അത് ബാധിച്ചു കഴിഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇതിന് ലക്ഷ്യമുണ്ട്. അള്ളാഹ് കൊണ്ട് ചെയ്യാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ നിൽക്കണം. 313ാമത്തെ മജ്‌ലിസിന്റെ പ്രചാരകരാകണം. പരമാവധി ആളുകൾ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. വ്യാഴാഴ്ച രാത്രി ഇവിടെ വിശാലമായ മദ്ഹ് ഗാനമുണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മഗ്‌രിബിന് ശേഷം അള്ളാഹിന്റെയും റസൂലിന്റെയും മദ്ഹ് പാടിക്കൽ ഞാൻ നടത്തും ഇവിടെ. നല്ല മദ്ഹ് ഗാനം അള്ളാഹിന്റെ റസൂലിനെ. പിറ്റേന്ന് സുബ്ഹ് കഴിഞ്ഞാൽ അല്ലാഹു അസ്മാഉൽ ഹുസ്ന കൊണ്ടും മൗലൂദുകൾ കൊണ്ടും ഈ മജ്‌ലിസിനെ മനോഹരമാക്കും. 7 മണിക്ക് ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ പരിപാടി പങ്കെടുക്കും. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരും അള്ളാഹു ഇഷ്ടപ്പെടുന്നവരും വരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മരിച്ചുപോയവരെ ഞാൻ ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവരൊക്കെ അള്ളാഹു തആല അവരൊക്കെ ഹുറാണ്, അവർക്ക് എവിടെയും പോകാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഈ പരിപാടിയുടെ പ്രചാരകരായി മാറണം. അള്ളാഹിന്റെ കൂടെ നിൽക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ നൂറിന്റെ കൂടെ നിൽക്കണം. അള്ളാഹുവിന്റെ ഹബീബ് വഴിയല്ലാതെ അള്ളാഹുവിലേക്ക് വാതിൽ തുറക്കുകയില്ല. അള്ളാഹിന്റെ ഹബീബിലേക്ക് വാതിൽ തുറക്കണമെങ്കിലോ തൗഫീഖ് വേണം. തൗഫീഖിനോ ഡെഫിനിഷൻ ഇല്ല. എന്താ തൗഫീഖിന്റെ ഡെഫിനിഷൻ? തൗജീഹുൽ അസ്ബാബി നഹ്വൽ മത്ലൂബിൽ ഖൈർ. തൗഫീഖ് എന്താണ്? തൗഫീഖ് ഡെഫിനിഷൻ എഴുതി. ഫമാ തഅരീഫ് തൗഫീഖ്. തൗഫീഖിന്റെ ഡെഫിനിഷൻ എന്താ? തൗജീഹുൽ അസ്ബാബി നഹ്വൽ മത്ലൂബിൽ ഖൈർ.
ഖൈറായ കാര്യത്തിന്റെ നേർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണങ്ങളെ ആ ഖൈറായ ഭാഗത്തെത്തിച്ചേരാനുള്ള കാരണങ്ങൾ അല്ലാഹു ഒരു വ്യക്തിക്ക് തുറന്നു കൊടുക്കുക. ഒരാള് ആട് മേച്ച് വന്ന് അവിടെ അതിലെങ്ങനെ പോകുകയായിരുന്നു. അപ്പൊ ആടുകൾ ഇങ്ങോട്ട് പാഞ്ഞു, അയാൾ പിന്നാലെ പാഞ്ഞു, അങ്ങനെയാണ് പാഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ വലിയൊരു പരിപാടിയാണ്. അപ്പൊ ഇവിടെ പുല്ല് ഇവിടെ ഉണ്ട്. ഇപ്പൊ ആടിനെ അയാൾ ഇവിടെ വിട്ടു. പിന്നെ ആ ക്ലാസ് അയാൾ കേട്ടു. അപ്പൊ അയാൾ തിരക്കടില്ലല്ലോ പഠിച്ചോനെ. പിന്നെ പിറ്റത്തെ ആഴ്ച അയാൾ ആടില്ലാതെ വന്നു. പിന്നെ അയാൾ ഇതിന്റെ ആളായി. മനസ്സിലായില്ലേ? അപ്പൊ അല്ലാഹു സബബൻ ചേർത്ത് കൊടുത്തു. എന്തിപ്പോ അയാൾ ഇവിടെ എത്താൻ കാരണം? ആട് വൈരറ്റി പാഞ്ഞു. അയാൾ പുൽപ്പറമ്പ് വൈക്ക് കൊണ്ടുപോകാൻ ആടിനെ. അപ്പൊ ആട് ഇങ്ങോട്ട് പാഞ്ഞു. അപ്പൊ അയാൾ പിന്നാലെ പായേണ്ടി വന്നു. അപ്പൊ അയാൾ പെടാടെയാണ്. അപ്പൊ ആട് ആ പുല്ലാണ് അങ്ങോട്ട് പാഞ്ഞു. പിന്നെ അയാളാണ് അന്തപ്പെട്ട് അവിടെ നിന്നു. അപ്പൊ ഇത്തന്നെ ഇവിടെ അങ്ങനെ വെച്ചിട്ട് എന്തോ പറയുന്നുണ്ട്. അപ്പത്തെ തിരക്കടില്ല, കുറെ മോട്ടോർ സൈക്കിളും വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. തിരക്കടില്ലല്ലോ. അങ്ങനെ നിന്നു. പിന്നെ തിരക്കടില്ലല്ലോ എന്ന് തോന്നി. പിന്നെ ആടില്ലാതെ വന്നു. പിന്നെ അയാൾ ഇവിടുത്തെ ആളായി. ഒരാൾക്ക് പണി നേരെ ഇവിടുത്തെ ആടിനെ കൊണ്ടുപോകും. ഒന്നും ഒരു ദിവസം നോക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല, തിന്നാൻ കിട്ടിയില്ല. ആടിനെ കൊണ്ട് മരുഭൂമിയിൽ ഇരിക്കുക. അപ്പൊ ആരോടൊക്കെ കൈനീട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരി. അപ്പൊ അയാൾ പറഞ്ഞു, ഇദ്ഹബ് ഇലൽ മദീന, മദീനക്ക് പോയി ചങ്ങായി. ഫഇന്ന ഫിഹാ ലറജുലൻ, അവിടെ ഒരു മനുഷ്യനുണ്ട്. കണ്ടവർക്കൊക്കെ കുടുക്കാനാണ്. അവിടെ പോയി ഇവിടെ ഇന്നോട് തെണ്ടിയിട്ട് എന്താ കാര്യം? എൻ്റെ എന്താ തരാനുള്ളത്? മദീനയിൽ പോയിക്കോ, അവിടെ ഒരു മനുഷ്യണ്ട്, കോട്ടുക്കന്നെ. അപ്പൊ അയാൾ ആടിനെ കൊണ്ട് നേരെ മദീനയ്ക്ക് വന്നു. അയാൾ പറയും ചെയ്തു, അയാൾ പറയുന്ന 2 വാക്ക് ഇച്ചി പറഞ്ഞാൽ മതി, പിന്നെ അയാൾ എന്തും തരും. അയാളെ ആര് എന്നാലും 2 വാക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതാണ് ഏറ്റു പറഞ്ഞോ, പിന്നെ എന്തും തരും. അപ്പൊ ഇയാൾ മദീനയ്ക്ക് ഇങ്ങനെ വന്ന് മദീന നഗരത്തിന്റെ പുറത്ത് ആടുകളെ നിർത്തി. എന്നിട്ട് കണ്ടവരോടൊക്കെ ചോദിച്ചു, റജുലൻ യുൽഖിൽ കലിമത്തൈനി ഫയുതിഅതാൻ, ഇവിടെ അല്ലേ ഒരാളുള്ളത്, 2 വാക്ക് പറഞ്ഞു തരും, പിന്നെ എന്ത് കൊടുക്കും? അങ്ങനത്തെ ഒരാൾ ഇവിടെ അല്ലേ ഉള്ളത്? ഇവിടെ തന്നെയാണ്. എന്നിട്ട് അയാൾ എവിടെ? അയാൾ അവിടെ ഉണ്ട്. അപ്പൊ അയാൾ ഇങ്ങനെ തെരഞ്ഞ് ഇങ്ങനെ വന്ന് ആളുകൾ ചൂണ്ടി കൊടുത്ത് റസൂലുള്ളാഹിന്റെ വീട്ടുമുറ്റത്തേക്ക് വന്നു. അപ്പൊ റസൂലുള്ള വീട്ടിലുണ്ട്. അപ്പോൾ റസൂലുള്ള ഇറങ്ങി വന്നു. അന്തല്ലതി തുൽഖിൽ കലിമത്തൈനി, നിങ്ങളല്ലേ ആ 2 വർത്താനം പറഞ്ഞു കൊടുക്കുന്ന ആള്? പിന്നെ പെരും കൊടുത്തിയും കൊടുക്കും, അത് നിങ്ങളല്ലേ? ഞാൻ തന്നെയാണ്. നരക്കിനി ആ വാക്ക് എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ നബി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നി റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ആളാണ്. അത് പറഞ്ഞു. ആയിക്കോട്ടെ, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അവർ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അയാളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അയാളെന്ത് പറഞ്ഞു? നായത്തിന് എന്നാ കൊണ്ട നീ നേരം പോകില്ലേ, ഞാനൊന്നും തിന്നിട്ടില്ല. അപ്പൊ റസൂലുള്ള പറഞ്ഞ്, ഒരു മലഞ്ചെരുവിൽ കുറച്ച് ആടുകളുണ്ടായിരുന്നു. ആരോ സംഭാവന കൊടുത്തയച്ചത്. ഒരു മലഞ്ചെരുവിൽ ആടുകളുണ്ട്. അങ്ങനെ ആരോ വിതരണത്തിന് കൊടുത്തയച്ച. അപ്പോൾ റസൂലുള്ള അയാളോട് പറഞ്ഞു, ഹുദ്ഹ, അത് കൊണ്ടേക്കോ, ആടിനെ കൊണ്ടേക്കോ. അപ്പൊ അയാൾ അന്തം വിട്ടു. എത്ര കൊണ്ടുപോകാൻ ചോദിച്ചു. ഹുദ്ഹ കൊണ്ടേക്കോറും. അപ്പൊ അയാൾക്ക് പിന്നെ അന്തം വിടല്. കൊണ്ടുപോയി പറഞ്ഞാല് ഒന്നും കൊണ്ടേക്കൊന്നു, അതല്ല എത്രയാണ്? അയാൾ പിന്നെ ചോദിച്ചു, ഞാൻ എത്ര കൊണ്ടുപോകണം? ജമിയാൻ ഒക്കെ കൊണ്ടേക്കോ. അപ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നും കൂടി അടിച്ചല്ലേ. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്തു? അയാൾ നേരെ അയാൾ ആട് മേക്കുന്ന മുതലാളിക്ക് ഒരെത്ര ആടില്ല. അയാളെ നാട്ടിൽ എത്ര ആടുള്ള ഒരാളില്ല. അയാൾ ആടിനാണ് തൊളിച്ചു നാട്ടിലേക്ക് പോയി, ഗ്രാമത്തിലേക്ക് പോയി. പോണ പോക്കിൽ മുഴുവൻ ആടിനെ തെളിക്കുമ്പോ ഒക്കെ ഇയാൾ എന്താ ചെല്ലാണ്? നാട്ടിലെത്തിയപ്പോൾ ഒരു പാറക്കല്ലിന്റെ നേരെ നിന്നിട്ട് അയാൾ അട്ടാസിച്ചു, അതാ അപ്പൊ ജനങ്ങൾ എല്ലാവരും പാഞ്ഞു. അപ്പൊ എന്താണ് യേശു? അപ്പൊ പറഞ്ഞു, ഇതിനെ തെണ്ടി ഇറക്കണ്ട, മദീനക്ക് അവിടെ ഒരാളുണ്ട്, എനിക്ക് കൊടുത്ത് തന്നത് കണ്ടില്ലേ? ഇവരെല്ലാരും പാഞ്ഞു എവിടേക്ക്? മദീനത്തേക്ക്. അവർക്കൊക്കെ നബി കൈ കിട്ടിയതൊക്കെ കൊടുത്തു. ആ ഗ്രാമം മുഴുവൻ മുസ്ലിമായി. പിന്നെ അവർക്ക് നബി അത്ര ഇഷ്ടമായി. കൊടുക്കണ പോലെ ജനക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങോട്ട് പിന്നെ അവർ വന്ന് പിന്നെ അവർക്ക് മനസ്സിലായി, ഞങ്ങൾ വെട്ടികളാം, ഞങ്ങൾക്ക് തന്നതല്ല മുതൽ അയാളെ കയ്യിലുള്ളതാണ്. പിന്നെ ഇതിനപ്പുറവും അവരിങ്ങോട്ട് തന്നെ ദാനം ചെയ്തു. അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളായി. എന്തിപ്പോൾ അയാൾ മുസ്ലിമാൻ കാരണം? ഒരു ദിവസം നാസ്തക്ക് ഒന്നും
കിട്ടിയില്ല. ആരോട് ചോദിച്ചപ്പോൾ ആരോട് ചോദിച്ചു 1-2 ദിർഹമോ ഉണ്ടാകും. അപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്തില്ല, ഇത് മതിയെന്ന് ചോദിക്കോ അവിടുന്ന് കിട്ടും. അപ്പോൾ അയാൾ പറഞ്ഞു. മനസ്സിലായില്ലേ? തൗഫീഖ്. ഒരു ആട്ടിടയൻ മുസ്ലിം ആകാനുള്ള കാരണം, ആട്ടിടയൻ ആട് മേക്കുന്ന സമയത്ത് അയാൾ ഒരു മരത്തിൽ ചാരിയിരുന്ന് ഉറങ്ങി സുധാട കാലത്ത്. അപ്പോൾ ഒരു ചെന്നായ മെല്ലെ മെല്ലെ അവർ ആടിനെ പിടിച്ചു. ആട് ശബ്ദിച്ചപ്പോൾ മറ്റാടുകൾ ശബ്ദിച്ചു. അയാൾ ചാരിരുന്ന് ഉറങ്ങണ ഇയാൾ ഉണർന്നു. അപ്പോൾ നോക്കുമ്പോൾ ആടിൻ്റെ ചെന്നായുടെ തൊള്ളയിലാണ് ആട്. അയാൾ ബാഡിയെടുത്ത് പാഞ്ഞെന്ന് ചെന്നായെ അടിക്കാൻ വന്നപ്പോൾ ചെന്നായ പറഞ്ഞു, എന്റെ തൊള്ളയിലെത്തിയത് എങ്ങനെ തടയണ്? എന്റെ റബ്ബിന് കന്നല്ലേ. അപ്പയാൾ അത്ഭുതം, ചെന്നായ വർത്താനം പറയാൻ തുടങ്ങിയ. അപ്പോൾ ചെന്നായ പറഞ്ഞു, ഞാൻ വർത്താനം പറയുന്ന അത്ഭുതമില്ലടോ. ഇവിടെ തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരാളുണ്ട്, അയാൾ ആകാശത്തിന്റെ അപ്പുറത്തുള്ള വർത്താനം പറയുന്നത്, എന്നിട്ട് ഇതുവരെ കേൾക്കാൻ പോയിട്ടില്ലല്ലോ. അതാണ് അത്ഭുതം. എന്റെ വർത്താനൊന്നും അത്ഭുതമില്ല. ഇയാൾ തൻ്റെ ആടിനെ ജൂതനെ ഏൽപ്പിച്ച് അയാൾ മദീനത്തേക്ക് വന്നു. അയാൾ സദസ്സിൽ ചെന്ന് സദസ്സിൽ പോയിരുമ്പോൾ റസൂൽ പറയാം, അയാൾ ബാക്കിലിരുന്ന് കരിഞ്ഞു, മുന്നിലേക്ക് വീണു ഷാത്തിക്കിന് വേണ്ടി. എന്നിട്ട് സ്വഹാബികളോട് പറഞ്ഞു, എന്നെ മുസ്ലിമാക്കിയത് ചെന്നായാണ്. മനസ്സിലായില്ല? ഹാഫിദ് ഇബ്നു കസീറിന്റെ മുഅ്ജത്തുൻ നബി എന്ന കിതാബുണ്ട്. ആ കിതാബിന്റെ തുടക്കത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദലായിലുൻ നുബുവയിൽ ഇമാം ബൈഹഖി ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബൈഹഖി തങ്ങളുടെ ദലായിലുൻ നുബുവയിലും ഈ സംഭവമുണ്ട്. മഹാനായ ഹാഫിദ് ഇബ്നു കസീറിന്റെ മുഅ്ജത്തുൻ നബിയിൽ മുസ്തഫ എന്നതിലും ഈ സംഭവം. ഏത് കിതാബ് പിന്നെ കിതാബ് നോക്കിയാൽ മതി. ഇമാം ബൈഹഖി തങ്ങളുടെ ദലായിലുൻ നുബുവയിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ തങ്ങളുടെ മുഅ്ജത്തുൻ നബിയിൽ മുസ്തഫ കിതാബിന്റെ കയ്യിലുണ്ട്. حسبي ربي جل الله ما في قلبي غير الله وعلى النبي صلى الله حق لا إله إلا الله 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 കഴിയുന്ന ആളുകൾ അടുത്ത വ്യാഴാഴ്ച പകലിൽ തന്നെ ഇവിടെ ചേരാം. ഉച്ച മുതലേ ഇവിടെ ഭക്ഷണം കൂടുതലുണ്ടാക്കും. ഇവിടെ വ്യാഴാഴ്ച പകൽ തന്നെ എത്തിച്ചേരും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വ്യാപൃതരാകുക. രാത്രി ഭക്ഷണം ഇവിടെ ഉണ്ട്. രാത്രി ഇവിടെ മദ്ഹ് ഗാനമുണ്ട്. മുസ്തഫ റസൂലുള്ളാഹിന്റെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി അല്ലെങ്കിൽ പരിസരത്തെ വീടുകളും സൗകര്യങ്ങളൊക്കെ വേറെയുണ്ട്. പെണ്ണുങ്ങൾ വന്നാൽ പെണ്ണുങ്ങൾക്ക് സുരക്ഷിതത്വം വേറെ ഉണ്ട്. ആണുങ്ങൾ പ്രവേശിക്കാത്ത സൗകര്യം ഇവിടെ തന്നെ പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിന് പെണ്ണുങ്ങൾ എവിടുന്ന് വന്നാലും ആര് പെണ്ണ് വന്നാലും സൗകര്യമുണ്ട്. അവർ സുരക്ഷിതരായി ഇങ്ങോട്ട് എത്തണമെന്നേ ഉള്ളൂ. ഇവിടെ സുരക്ഷിതരായിരിക്കും. എല്ലാ സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ മജ്‌ലിസ് കഴിഞ്ഞ് പോകാം. മജ്‌ലിസിൽ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് 6 മണി കഴിഞ്ഞാൽ ഒരു വാഹനവും മുകളിലേക്ക് കയറ്റില്ല. 6 മണിയാണ് അവിടെ താഴെ റോഡിൽ നിന്ന് മുകളിലേക്ക് കയറേണ്ട ലാസ്റ്റ് സമയം 6 മണി. അതുകൊണ്ട് വാഹനം മുകളിലേക്ക് കയറ്റണമെന്നുള്ളവർ 6 മണിക്ക് മുമ്പ് നേരത്തെ 5-5:30 മണിക്ക് വന്ന് വാഹനം കൊണ്ട് 2-3 സ്ഥലത്ത് പാർക്കിംഗ് കൊണ്ട് ഏർപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. 6 മണി കഴിഞ്ഞാൽ ഒരു വാഹനം മുകളിലേക്ക് കയറ്റില്ല. നേരത്തെ തന്നെ സദസ്സിലെത്തിച്ചേരണം എല്ലാവരും. 313ാമത്തെ മജ്‌ലിസാ. ഇതിന്റെ പ്രത്യേകത എന്താ? ഈ എണ്ണത്തിനെ റസൂൽ ബഹുമാനിച്ചതാ. അദദു റസൂല മുർസലീങ്ങൾ എത്ര എണ്ണമാണെന്ന് പുണ്യ റസൂലുള്ളാഹിയോട് അല്ലാഹ് എന്ന് പറയാൻ വേണ്ടി ഈ ഭൂലോകത്ത് അല്ലാഹു നിയോഗിച്ച പ്രധാനപ്പെട്ടവരാണ് മുർസലുകൾ. അമ്പിയാക്കളിലെ പ്രധാനികളായ മുർസലുകൾ. അവരുടെ എത്രയാണ് അവരുടെ എണ്ണം എന്ന് പുണ്യ റസൂലിനോട് ചോദിക്കപ്പെട്ടു. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു 313. എത്ര? 313. അപ്പോൾ മുർസലീങ്ങൾ 313. അതാണ് അടുത്ത ആഴ്ച. വിഷയം എണ്ണം 313. മുർസലീങ്ങൾ ആകതാണ്. അള്ളാഹിന്റെ ഔലിയാക്കൾ ഉണ്ടാവും, അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ ഉണ്ടാവും, മറ്റു പലരും ഉണ്ടാവും, അംലാക്കുകൾ ഉണ്ടാവും, അള്ളാഹിന്റെ മലക്കുകൾ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. വേറെ ലക്ഷ്യമില്ല. അല്ലാഹ് വേറെ ലക്ഷ്യമില്ല. അതുകൊണ്ട് എല്ലാവരും നേരത്തെ വരിക. വ്യാഴാഴ്ച പകൽ തന്നെ ഇവിടെ എത്തിച്ചേരുക. എല്ലാവരും ഇവിടെ എത്ര ആൾ വന്നാലും രാത്രി ഭക്ഷണവും ഉച്ചക്ക് ഭക്ഷണവും ഇവിടെ ഇരിക്കും.
പിറ്റേന്ന് രാവിലെ വെള്ളിയാഴ്ച 7 മണിക്കാണ് മജ്‌ലിസിൽ ഇവിടെ പന്തൽ കെട്ടി, വിശാലമായ പന്തൽ കെട്ടി ചെയ്യണം. മജ്‌ലിസിലേക്ക് ഈ ഭാഗത്തേക്ക് വണ്ടി കയറ്റേണ്ട ലാസ്റ്റ് ടൈം 6 മണിയാണ്. വളണ്ടിയർമാർ ധാരാളം ഉണ്ടാവും. വളണ്ടിയർമാർക്ക് വഴിപ്പെടണം. വളണ്ടിയർമാർ പറഞ്ഞത് കേൾക്കണം. സുഗമമായ നമ്മുടെ പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടിയാണ് ഈ സൗകര്യങ്ങളൊക്കെ, നിയമങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. നിയമങ്ങൾ പാലിക്കണം. നിങ്ങൾക്ക് കുറച്ച് ദൂരത്തേക്ക് പോവുകയാണെങ്കിൽ അതിന് കുറച്ച് ദൂരത്തേക്ക് പോയാലും അവിടെ സൗകര്യങ്ങളുണ്ടാവും. നമ്മുടെ NC കുടുംബത്തിൻ്റെ ഒരു ഓഡിറ്റോറിയം അവിടെയുണ്ട്. കഴിഞ്ഞ തവണ 200ാമത്തെ മജ്‌ലിസിൽ ആ ഓഡിറ്റോറിയം മുഴുവനും പാർക്കിങ്ങിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഇനി അവിടെ ഇൻഷാ അല്ലാഹ് അവരോട് ഞാൻ സംസാരിക്കും. ഇനി അവിടെ വെച്ച് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് പാറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും പരിപാടി കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷക്കാർ വണ്ടിയുള്ളിടത്തേക്കും എത്തിച്ചേരും. വണ്ടി നിർത്തിയിട്ടാൽ അവിടുന്ന് ഇങ്ങോട്ട് എത്തിച്ചേരും. ഓട്ടോറിക്ഷക്കാരെ 3-4-5 ഓട്ടോറിക്ഷക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായി ഇൻഷാ അല്ലാഹ് അവർ ചെയ്യും. വയസ്സായ ആളുകൾ നടന്ന് കയറേണ്ട, അവർക്ക് മോട്ടോർ സൈക്കിൾ ഓട്ടോറിക്ഷയോ ഇങ്ങോട്ട് എത്തിച്ചേരും. അല്ലാത്തവർ നടന്ന് കയറുക. രാവിലെ 6 മണിക്കപ്പുറം വണ്ടി കയറ്റരുത്. വണ്ടി ഉള്ളവർ 6 മണിക്ക് മുമ്പ് വണ്ടി കയറ്റിയിട്ട് സുരക്ഷിതമാക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കാര്യങ്ങളൊക്കെ എല്ലാവരും സഹകരിക്കണം. എല്ലാവരും സഹകരിക്കണം. രാവിലെ വരുന്ന ചീരണി ഇതിന് വരുന്ന സ്ത്രീകൾ ഉണ്ടാക്കി തരണം. നിങ്ങൾക്ക് വരുന്ന ചീരണിക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പം, നെയ്യപ്പം പോലത്തെ ഒക്കെ രാവിലത്തെ ചായക്കടി വരുന്ന ആയിരക്കണക്കായ ആളുകൾ വരുമ്പോൾ അതെല്ലാം കൂടി ചായക്കടി നമുക്ക് വാങ്ങാൻ കഴിയില്ല. മാത്രമല്ല അവർക്ക് സുരക്ഷിതരായി പഴയൊന്നും എണ്ണയൊന്നും അല്ലാതെ പുതിയ തന്നെ നമുക്ക് കൊടുക്കാൻ അങ്ങനത്തെ മുബാറക്കായ മജ്‌ലിസിലല്ലേ എണ്ണ നിങ്ങൾ വാങ്ങുക, മൈദ വാങ്ങുക, നിങ്ങൾ സാധനം ഉണ്ടാക്കി തരിക. അതിൻ്റെ ചെലവ് ദാറുൽ ഖുർആൻ തരും. ആ കാര്യം നിങ്ങൾ ചെയ്യണം. അതിന് താല്പര്യമുള്ള ആളുകൾ എന്നെയോ അല്ലെങ്കിൽ എന്താ പറയുക പ്രവർത്തകന്മാർ, അഷ്റഫ് മാഷ്, ഇങ്ങനെ പ്രവർത്തകന്മാർ, ഓഫീസിലുള്ളവർ, മുതിർന്ന വിദ്യാർത്ഥികൾ, അവരെയൊക്കെ കണ്ടാൽ അവർ പേര് കൊടുക്കണം. ആരൊക്കെ ഇതിന് ചീരണി ഉണ്ടാക്കാൻ തയ്യാറുണ്ട്. കാരണം അത്രയും ചീരണി ആവശ്യമാണ്. അതിനൊക്കെ ചായ ഇവിടെ ഉണ്ടാക്കും. ചീരണി പെണ്ണുങ്ങൾ ചുട്ട് കൊണ്ടുവരണം. അതിന് ചെലവ് പെണ്ണുങ്ങൾക്ക് കൊടുക്കും. ചെലവ് കൊടുക്കും, പൈസ കൊടുക്കില്ല, ചെലവാണ് കൊടുക്കുക. അതായത് മൈദ വാങ്ങാൻ അല്ലെങ്കിൽ പൊടി വാങ്ങാൻ, എണ്ണ വാങ്ങാനുള്ള ചെലവ് കൊടുക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാം റാഹത്താക്കി തരട്ടെ. പിന്നെ ഭക്ഷണം എത്ര ആൾ വന്നാലും ഇൻഷാ അല്ലാഹ് അവിടെ ഭക്ഷണം ഉണ്ടാകും. ആ ഭക്ഷണം പേക്കാക്കുന്ന കാര്യത്തിലൊക്കെ ഒരു പരിമിതമായ ആളുകൾ ഏർപ്പെടുത്തും. അവരൊക്കെ ആ കാര്യം ശ്രദ്ധിക്കണം. എല്ലാവരും സ്വയം നിയന്ത്രിക്കണം. കാര്യങ്ങൾക്കൊക്കെ ധാരാളം മഹാന്മാരായ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ആര് എന്തെന്നും ഇപ്പോൾ പറയുന്നില്ല. ഒക്കെ നിങ്ങൾ വരുമ്പോൾ കാണും ഇൻഷാ അല്ലാഹ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാം റാഹത്താക്കി തരട്ടെ. എല്ലാവരും അതിനുവേണ്ടി ഗൾഫിൽ നിന്ന് വന്നവരുണ്ട്, UAE നിന്ന് വന്നവരുണ്ട്, ലണ്ടനിൽ നിന്ന് വന്ന് താമസിക്കുന്ന കുടുംബമുണ്ട്. കഴിഞ്ഞിട്ട് തിരിച്ചു പോകുള്ളൂ. ലണ്ടനിൽ ലീവിന് വന്നതാണ്. സ്ഥിരം അവർ ഫോളോവർമാരാണ്. അള്ളാഹ് പ്രഭാഷണത്തിൽ നിന്ന് ലണ്ടനിൽ വെച്ച് അതിൻ്റെ ഫോളോവർമാരാണ്. അവർ പരിപാടിക്ക് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞിട്ടേ അവർ തിരിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് വന്ന് കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളും വ്യക്തികളുണ്ട്. മക്കയിൽ നിന്ന് വരെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ പരിപാടി കഴിഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് ഒരുക്കിയ കാര്യം അവരെന്നോട് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ അല്ലാഹു തആല റാഹത്താക്കി തരട്ടെ. എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. എല്ലാം അള്ളാഹുവിൻ്റെ റാഹത്തിനും റഹ്മത്തിനും ആക്കി തരട്ടെ. നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രചാരകരാവുക. എല്ലാ അങ്ങാടികളിലും ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റർ, ചെറിയ നോട്ടീസ്, പള്ളിയിൽ നിന്ന് നോട്ടീസ് കൊടുക്കുക. പോസ്റ്റർ നിങ്ങളെ മഹല്ലുകളിൽ ഒട്ടിക്കുക. നിങ്ങൾക്ക് കഴിയുന്നത്ര 5 പോസ്റ്റർ കഴിയുമെങ്കിൽ 5 പോസ്റ്റർ കൊണ്ടേ മതി, കൂടുതൽ കൊണ്ടുപോകണം. നിങ്ങൾക്കൊരാൾ ഒരു 5 പോസ്റ്ററെങ്കിൽ കൊണ്ടുപോവുക, മഹലിൽ ഒട്ടിക്കുക. കുറച്ച് നോട്ടീസ് കൊണ്ടുപോയിക്കോളി, അത് വിതരണം ചെയ്യുക. 10-50 നോട്ടീസ് കൊണ്ടുപോയിക്കളി, ജുമാൻ്റെ ശേഷം വിതരണം ചെയ്താൽ 50 കൊടുത്താൽ തന്നെ 1000 ആളുകളിലേക്ക് അതെത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ പ്രചാരകരായി മാറണമെന്ന് അടുത്ത വെള്ളിയാഴ്ച, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാകണം എന്ന് നിങ്ങളെ പരിപാടിയാണ്. അല്ലാഹ് എന്ന ഇസ്മിന് വേണ്ടി, അതിൻ്റെ വലിപ്പത്തരത്തിന് വേണ്ടി നിങ്ങൾക്കൊക്കെ അറിയാം. 312 ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അള്ളാഹുവിനെ പറ്റി അല്ലാത്ത ഈ മജ്‌ലിസിൽ പറഞ്ഞിട്ടേ ഇല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ആഴ്ച ഒരാൾ എന്നോട് ഫോൺ ചെയ്ത് മെസ്സേജ് അയച്ചു, മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ആണ്ട് വരാൻ പോവുകയാണ്, നിങ്ങൾ അടുത്ത ക്ലാസ് മൊഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു പറയില്ല. പറയുന്നതിനിടയിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വന്നാൽ പറയും, അല്ലാതെ അള്ളാഹിനെ പറ്റി പറയാം. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളൊരു വാക്കായിട്ട് എൻ്റെ നാവിലേക്ക് വരികയാണെങ്കിൽ പറയും, അല്ലാതെ അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റി പറയില്ല, അള്ളാഹിനെ പറ്റി പറയുള്ളൂ. അതിനിടയിൽ വന്നാൽ വിരോധമല്ല, ഇതൊരു തൗഫീഖാണ്, അള്ളാഹിനെ പറ്റി പറയുള്ളൂ. അതങ്ങനെ ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രചാരകരാകണമെന്ന് എല്ലാവരോടും, തമിഴ്നാട്, കർണാടക, തിരുവനന്തപുരം മുതൽ പാലക്കാട്, വാളയാർ, ഇങ്ങനെ ഏത് ഭാഗത്തും നേരത്തെ തന്നെ ഇവിടെ വരുന്നവർക്ക്, കുടുംബങ്ങൾക്കും ഒക്കെ എല്ലാവർക്കുമുള്ള സൗകര്യം ദാറുൽ ഖുർആനിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് പ്രഭാഷണം ആരംഭിക്കും, 9-9:30 അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.